നമ്മുടെ നാട്ടിലെ സംഘപരിവാർ പ്രവർത്തകരൊന്ന് ശ്രദ്ധിക്കണം. അവരുടെ അവകാശവാദങ്ങൾക്ക് നമ്മൾ കാതോർക്കണം. ഈ അവകാശവാദങ്ങൾ നമ്മളെ സത്യം പറഞ്ഞാൽ ക്രിഞ്ചടിപ്പിക്കും. സത്യമായിട്ട് ക്രിഞ്ചടിപ്പിക്കും. ഏകദേശം ഒരു 3-4 വർഷം മുൻപ് വരെ ഇവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം ഒന്ന് ഓർമ്മിപ്പിക്കാം. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ യുനെസ്കോ തിരഞ്ഞെടുത്തു. ലോകത്തെ ഏറ്റവും മികച്ച ദേശീയ ഗാനമായി ജനഗണമനയെയും അതേ യുനെസ്കോ തിരഞ്ഞെടുത്തു. ആണൊരുത്തൻ പ്രധാനമന്ത്രി ആയതോടെ ഇന്ത്യ ലോകരാജ്യങ്ങളിൽ ഒന്നാമതായി. ലോകത്തിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി ഗുജറാത്തിനെ തിരഞ്ഞെടുത്തു. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അത്തരത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒട്ടനവധി അവകാശവാദങ്ങളുമായി സംഘപരിവാർ പ്രവർത്തകർ 2014 മുതൽ അങ്ങ് അർമാദിക്കുകയാണ്. സ്വാഭാവികമായും ഇതുവരെ, അതായത് 2024 വരെ ശബ്ദമില്ലാത്ത അവസ്ഥയിലായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ശബ്ദം തിരിച്ചു വന്നു. പല അവകാശവാദങ്ങളും പൊളിഞ്ഞു പാളീസാകുന്നതും ഈ അവകാശവാദം ഉന്നയിച്ച കാര്യങ്ങളിൽ 99% പച്ചക്കള്ളമാണെന്നുള്ളതും നാം കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അത്യാവശ്യം നല്ല പേരുദോഷത്തിന് ശേഷം ചില സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും BJP ഇപ്പോൾ നക്ഷത്രക്കാൽ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 13 സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 10 എണ്ണം ഇന്ത്യ സഖ്യം പിടിച്ചെടുത്തു. BJPക്ക് ലഭിച്ചത് 2 എണ്ണം മാത്രം, ഒരെണ്ണം സ്വതന്ത്രനം. ചോദ്യം ഇതാണ്: ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ഉറക്കം നഷ്ടപ്പെട്ട നേതാവ് ആരാണ്? സ്വാഭാവികമായും BJP പരാജയപ്പെട്ടതുകൊണ്ട് പല പേരുകളും പലരും പറയും. അതിൽ മിക്കവാറും ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന പേര് നരേന്ദ്രമോദി ആയിരിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേരും ചിലർ പറയും. എന്നാൽ ഞാൻ പറയുന്നത് അതൊന്നുമല്ല. 13 നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതിനെ തുടർന്ന് അന്തം വിടുന്നതും ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും ഉറക്കം നഷ്ടപ്പെട്ടതും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനാണ്. അതിന് കാരണമുണ്ട്. ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ 10 എണ്ണം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങളിൽ തോറ്റാൽ യോഗിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകും. കാരണം കഴിഞ്ഞ 2 തവണയും ഒരു ഏകാധിപത്യ രീതിയിൽ എന്ന പോലെ അധികാരത്തിലേറിയ യോഗി സർക്കാരിന് ഇപ്പോൾ തറയിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. സ്വന്തം പാർട്ടിയിലെ അംഗങ്ങൾ തന്നെ സർക്കാരിനെ തെറി വിളിക്കുന്ന അവസ്ഥ. ഒന്നും പറയാൻ കഴിയുന്നില്ല. ആരും അടുക്കുന്നുമില്ല. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഉത്തർപ്രദേശിൽ BJP തോൽക്കുകയാണെങ്കിൽ കാലാവധി തികയ്ക്കാൻ പോലും കാത്തു നിൽക്കാതെ മുഖ്യമന്ത്രിയെ മാറ്റും എന്നുള്ള കാര്യം ഏകദേശം തീരുമാനമായി കഴിഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയും അതിനു പിന്നാലെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ തോൽവിയും ചെന്നുകൊണ്ടത് അങ്ങ് ഉത്തർപ്രദേശിലാണെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് അടിയന്തരമായി, അതായത് ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ ആദ്യ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ലക്നൌവിൽ യോഗി ആദിത്യനാഥ് വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിൽ സത്യം പറഞ്ഞാൽ പുതിയൊരു യോഗിയാണ് പ്രവർത്തകർ കണ്ടത്. എൻ്റെ പൊന്നു മക്കളെ, കാര്യം വശക്കേടാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പൊടി പോലും കാണുമെന്ന് തോന്നുന്നില്ല. ഉണരൂ 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 എന്നിങ്ങനെ പറയാതെ പറയുകയായിരുന്നു യോഗി ആദിത്യനാഥ് ഈ യോഗത്തിൽ. യോഗി BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. തൊഴിലാളികളെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. നമ്മൾ പിന്നോട്ട് പോകരുത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് 2014, 2017, 2019, 2022 വർഷങ്ങളിൽ മോദിയുടെ നേതൃത്വത്തിൽ BJP പ്രതിപക്ഷത്തെ പരാജയപ്പെടുത്തി. 2014-ലും 2017-ലും 2022-ലും വോട്ടുകൾ BJPക്ക് അനുകൂലമായിരുന്നു എന്നാണ് യോഗി പ്രവർത്തകർക്ക് മുന്നിൽ ചൂണ്ടിക്കാണിച്ചത്. പിന്നെ മറ്റൊന്നും കൂടി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPയിൽ BJPക്ക് പ്രതീക്ഷിച്ച ഫലം ലഭിച്ചില്ല. 80 സീറ്റുകളുള്ള സംസ്ഥാനത്ത് BJPക്ക് ലഭിച്ചത് 33 സീറ്റുകൾ മാത്രമാണ് പിള്ളേരെ എന്ന്. അമിത ആത്മവിശ്വാസം ചിലപ്പോൾ പരിക്കിന് കാരണമാകും. അമിത ആത്മവിശ്വാസം ഉള്ളിടത്ത് നമ്മൾ വിജയിക്കാൻ പോകുന്നുവെന്ന് തോന്നും. എന്നാൽ അവിടെ ചിലപ്പോൾ നമുക്ക് പരിക്കേൽക്കും. അതൊക്കെ കൊണ്ടാണ് പ്രതിപക്ഷം കുതിക്കുന്നത്. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ യോഗി ആദിത്യനാഥ് യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് പലരും വിചാരിക്കുന്നത് പോലെ അത്ര വലിയ മണ്ടനല്ല അദ്ദേഹം. കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പ്രവർത്തകരെ എന്തൊക്കെ പറഞ്ഞാണ് ഉദ്ദീപിപ്പിക്കുന്നത് എന്ന് കാണുന്നില്ലേ. അടുത്തതാണ് അദ്ദേഹത്തിൻ്റെ മാസ് ഡയലോഗ്. 500 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നു. ഇതോടെ ഇരട്ട എഞ്ചിൻ സർക്കാരിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. BJP പ്രവർത്തകർ ഒരു കാരണവശാലും പിന്നോട്ട് വരേണ്ട കാര്യമില്ല. അതാണ് ഈ മാസ് ഡയലോഗ്. അതായത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതോടെ ഈ രാജ്യത്തെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് യോഗി. എന്നിട്ടും എന്തുകൊണ്ടാണ് വരുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം BJP തോൽക്കുന്നത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. BJP പ്രവർത്തകർ പിറകോട്ട് പോകരുത് എന്ന് മുഖ്യമന്ത്രി യോഗി പറഞ്ഞു. UPയിലെ 10 സീറ്റുകളിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. ദോഷം പറയരുതല്ലോ. ഈ 10 സീറ്റുകളിലും BJP വിജയിക്കുമെന്ന് ഓർമ്മിപ്പിക്കാനും അദ്ദേഹം മറന്നില്ല. തോൽവി കണ്ട് അണഞ്ഞു നിൽക്കുന്ന പ്രവർത്തകർക്കിടയിൽ ആവേശം പകരാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി യോഗി നടത്തിയത്.
മാത്രമല്ല എങ്ങനെയാണ് നമ്മൾ ഈ 10 സീറ്റും പിടിച്ചെടുക്കുക, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ ചില ഉപദേശങ്ങളും യോഗി നൽകിയിരുന്നു. ഇന്നു മുതൽ ഓരോ പ്രവർത്തകരും BJPയുടെ വിജയത്തിനായി അണിനിരക്കേണ്ടി വരും. ഇതൊരു പ്രചരണമായി കണക്കാക്കി ജനങ്ങളെ നിങ്ങൾ അണിനിരത്തണം. ഇതിനായി പ്രവർത്തകരെ വിളിക്കാനാണ് ഞങ്ങൾ വന്നത്. ഉറപ്പായും നമ്മൾ വിജയക്കുതിപ്പ് തുടരുമെന്നും മുഖ്യമന്ത്രി യോഗി പറഞ്ഞു. ഈ പറഞ്ഞത് മാത്രം സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എവിടെ വിജയക്കുതിപ്പ് നടത്തിയെന്നാണ് യോഗി പറയുന്നത്? തോറ്റ് തൊപ്പിയിട്ട് തറയിൽ കിടന്ന് ഇഴഞ്ഞിട്ടും ഇല്ലാത്ത വിജയക്കുതിപ്പിൻ്റെ കാര്യമാണ് യോഗിക്ക് പറയാനുള്ളത്. 13 സീറ്റിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ട് 11 സീറ്റിൽ തോറ്റ പാർട്ടിയാണ് വിജയക്കുതിപ്പിൻ്റെ കാര്യം പറയുന്നത്. കഴിഞ്ഞ ജൂലൈ 10-ന് 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ ഇന്ത്യ ബ്ലോക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ BJP നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നക്ഷത്രക്കാൽ എണ്ണുകയായിരുന്നു. ഇന്ത്യ ബ്ലോക്ക് 13-ൽ 10 സീറ്റ് നേടിയപ്പോൾ BJPക്ക് 2 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ ആരുടെ മനോവീര്യമാണ് ഉയർന്നത് എന്ന് യോഗിയോട് ചോദിച്ചാൽ യോഗി പറയും BJPയുടെ മനോവീര്യമാണ് ഉയർന്നതെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇന്ത്യ മുന്നണിയുടെ മനോവീര്യം നന്നായി ഉയർന്നു എന്ന് കൊച്ചു കുട്ടികളോട് ചോദിച്ചാൽ അവർ പോലും പറയും. ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ ശേഷം 2027-ൽ UPയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും മുഖ്യമന്ത്രി യോഗി പരാമർശിച്ചു. 2027-ലും വിജയക്കുതിപ്പ് തുടരേണ്ടി വരുമെന്നും അതിനായി ഇന്നു മുതൽ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ ജില്ലയിലും ഒരു മേയർ, ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു ബ്ലോക്ക് ചീഫ്, ഒരു ചെയർമാൻ, ഒരു കൗൺസിലർ എന്നിവരും BJPക്കുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഒരു പോറൽ ഉണ്ടായാലും അത് നേരിട്ട് അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തും. അതുകൊണ്ട് ബ്ലോക്ക് മേധാവിയോ ചെയർമാനോ മേയറോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ MLAയോ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമോ ലോക്സഭാ MPയോ രാജ്യസഭാ MPയോ ആകട്ടെ, എല്ലാവരും സംഘടനയുമായി മികച്ച ഏകോപനത്തോടെ പ്രവർത്തിക്കേണ്ടി വരും. സംഘടന എന്ത് തീരുമാനമെടുത്താലും അതിനൊപ്പം നിന്നുകൊണ്ട് താമരയെ വിജയിപ്പിക്കാനുള്ള നിശ്ചയദാർഢ്യവുമായി മുന്നോട്ട് പോകണം. ആഹാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ് നടത്തുന്നവരുടെ മോട്ടിവേഷനൊക്കെ മാറി നിൽക്കും നമ്മുടെ യോഗിയുടെ പ്രസംഗം കേട്ടാൽ. സമൂഹം ചിതറിപ്പോയാൽ അത് എളുപ്പമുള്ള ഇരയായി മാറുമെന്ന് ലോകശക്തികൾക്ക് അറിയാമെന്നും ഒന്നിച്ചാൽ വൻ ശക്തികൾ അതിനു മുന്നിൽ തകരുമെന്നും മുഖ്യമന്ത്രി യോഗി പ്രവർത്തകരോട് പറഞ്ഞു. എന്താ ഉപമയാണല്ലേ? തിരഞ്ഞെടുപ്പ് കാലത്ത് ജാതിയുടെ പേരിൽ നിങ്ങളുടെ അധികാരം വിഭജിക്കുകയും സത്യത്തെ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന പാപത്തെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ജാഗ്രത പാലിക്കണം. ഇന്ന് എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോണുകളുണ്ട്. എന്നാൽ ഗൂഢാലോചന നടത്തുന്നതിൽ എതിരാളികൾ വിജയിച്ചു. എന്തായിരുന്നു അതിന് കാരണം? ഇതിനെക്കുറിച്ചൊക്കെ നാം ബോധവാന്മാരായിരിക്കണം. സോഷ്യൽ മീഡിയയിൽ എന്താണ് നടക്കുന്നതെന്ന് BJP പ്രവർത്തകർ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഇക്കാര്യത്തിൽ ഞാൻ യോഗിയുടെ കൂടെയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ യഥാർത്ഥത്തിൽ എന്ത് നടക്കുന്നു എന്ന് ഓരോരുത്തരും കാണണമെന്നല്ല, സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന പ്രചരണങ്ങളുടെ സത്യം അറിയണം. ചൈനയിലെ ഷാൻഹായ് നഗരത്തിൻ്റെ ചിത്രം കാണിച്ചിട്ട് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണെന്നും ന്യൂയോർക്ക് സിറ്റിയുടെ പടം കാണിച്ചിട്ട് ഗാന്ധിനഗർ ആണെന്നുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ തള്ളിവിടുന്ന അവന്മാരുടെ മണ്ട അടിച്ചു പൊളിക്കണം. എന്തിനാണെന്ന് ഇങ്ങനെ വെറുതെ കള്ളം പറയുന്നത്? മിസ്റ്റർ യോഗി ആദിത്യനാഥ്, ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെയാണ്, ഉറപ്പായിട്ടും, യാതൊരു സംശയവും വേണ്ട. ഏറ്റവും അവസാനമായി യോഗി ആദിത്യനാഥ് പ്രവർത്തകരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. BJPയുടെ പദ്ധതികളും ദളിത് മഹാന്മാരുടെയും ചിന്തകരുടെയും നേട്ടങ്ങളും പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ വോട്ടർമാരിൽ എത്തിച്ചിരുന്നെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു എന്ന്. എൻ്റെ പൊന്നു യോഗി സാറേ, ദളിത് മഹാന്മാരുടെയും ചിന്തകരുടെയും നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചില്ലെങ്കിലും BJPയുടെ പദ്ധതികൾ ഏകദേശം 6-7 വർഷമായിട്ട് ഉത്തർപ്രദേശിലെ ജനങ്ങൾക്കിടയിൽ എത്തുന്നുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണെന്നും യോഗി പറഞ്ഞാൽ അതിലൊരു മാറ്റവുമില്ലെന്നും ക്രിമിനലുകൾ യോഗിയുടെ പേര് കേട്ടാൽ മൂത്രമൊഴിക്കുമെന്നുമൊക്കെ ഈ പറയുന്ന പ്രവർത്തകർ നല്ലതുപോലെ തള്ളിവച്ചിട്ടുണ്ട്. അതൊക്കെ വെറും തള്ളലാണ് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങൾ ചെവിളക്കിട്ട് കുത്തിയത്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇനി വരുന്നുണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ. പൊന്നണ്ണ, അപ്പോഴും ഇവിടെയൊക്കെ തന്നെ കാണണം.